ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസ്കൃതം 4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ പ്രവർത്തനത്തിനും 5 മാർക്ക് വീതമാണ് നൽകിയിട്ടുള്ളത്. 5 പ്രവർത്തനത്തിൽ 4 പ്രവർത്തനങ്ങൾക്കാണ് ഫുള്ളായിട്ട് നമ്മൾ ആൻസറുകൾ എഴുതേണ്ടതുള്ളൂ. 5ാമത്തെ പ്രവർത്തനം എഴുതിയത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 4 പ്രവർത്തനത്തിൻ്റെ മാർക്കാണ് പരിഗണിക്കുകയുള്ളൂ. കൂടാതെ എക്സാമിന് പോകുന്ന എല്ലാ കൂട്ടുകാരും ക്രയോൺസോ സ്കെച്ച് പെന്ന് തുടങ്ങിയ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. പ്രവർത്തനം 1. കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ ചിത്രാനുസാരം ലിഖതു. അതായത് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദമെടുത്ത് ചിത്രത്തിന് താഴെ എഴുതുക എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. നമുക്കിവിടെ 3 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം കൂട്, രണ്ടാമത്തേത് ചന്ദ്രൻ, 3 സൂര്യൻ. നീടം എന്നാണ് കൂട് എന്ന ചിത്രത്തിന് താഴെ ഇവിടെ തന്നിട്ടുള്ള 3ാമത്തെ ഓപ്ഷനാണ് നീടം എന്നത്. നീടം എന്നത് കൂട് എന്നതിന് താഴെ എഴുതുക. സൂര്യൻ്റെ ചിത്രത്തിൽ സൂര്യഃ എന്നാണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ 2ാമത്തെ ഓപ്ഷനാണ് സൂര്യഃ. ചന്ദ്രൻ്റെ ഫോട്ടോയിൽ ചന്ദ്രഃ എന്നതാണ് എഴുതുക. ആദ്യത്തെ ഓപ്ഷനാണ് ചന്ദ്രഃ എന്നത്. അടുത്തതാണ് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം എടുത്ത് എഴുതുക. ജലം ഡാഷ് പാനായ ച ഭവതി എന്നാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വാക്കുകളാണ് സ്നാനായ, വിഭാതി, മിത്രക. സ്നാനായ എന്നാൽ കുളിക്കാൻ എന്നാണ് അർത്ഥം. വിഭാതി ശോഭിക്കുന്നു അല്ലെങ്കിൽ പ്രകാശിക്കുന്നു. മിത്രക എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. ആൻസറാണ് ഇനി പറയാൻ പോകുന്നത്. ജലം സ്നാനായ പാനായ ച ഭവതി. വെള്ളം കുളിക്കുന്നതിനും കുടിക്കുന്നതിനുമുള്ളതാണ്. നമ്മളിവിടെ ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ട വാക്കാണ് സ്നാനായ. ബ്രാക്കറ്റിലെ ആദ്യത്തെ വാക്കാണ് സ്നാനായ എന്നുള്ളത്. 2 എന്നതിൻ്റെ ചന്ദ്രഃ രാത്രൗ ഡാഷ് എന്നാണ് നൽകിയിട്ടുള്ളത്. രാത്രിയിൽ ചന്ദ്രൻ ശോഭിക്കുന്നു എന്നതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ വിഭാതി എന്ന വാക്കാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ടത്. വിഭാതി എന്നത് ബ്രാക്കറ്റിലെ 2ാമത്തെ വാക്കാണ്. ചന്ദ്രഃ രാത്രൗ വിഭാതി എന്നാണ് ഉത്തരം. അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം 2. യഥോചിതം യോജയതു. ചേരുംപടി ചേർക്കുക എന്നതാണ് ഈ പ്രവർത്തനം. ഇതിനു മുൻപായിട്ട് മൊത്തം 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രവർത്തനങ്ങളിലും 2 ചോദ്യങ്ങൾ വീതമാണ് വരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇവിടെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അത് സംഖ്യകളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത്. തൊട്ടപ്പുറത്തായിട്ട് സംഖ്യകളും എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന സംഖ്യകളുടെ പേരുകളിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യാനുള്ളത്. വിംശതിഹി എന്നും ദശ എന്നുമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. വിംശതിഹി എന്ന് പറഞ്ഞാൽ 20 എന്നും ദശ എന്ന് പറഞ്ഞാൽ 10 എന്നുമാണ്. സംസ്കൃതത്തിലെ സംഖ്യകളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഖ്യകളെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഖ്യകളെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. വിംശതി എന്നാൽ 20 എന്നതാണ്. അതിനാൽ വിംശതി എന്നതിനെ 20ലേക്ക് യോജിപ്പിക്കുക. അടുത്തത് ദശ എന്നാണ്. ദശ എന്നതിനെ 10 എന്നതിലേക്ക് യോജിപ്പിക്കുക. ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. കൂടാതെ ഇതിൽ തന്നിട്ടുള്ള ബാക്കി സംഖ്യകൾക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ 30 എന്നും 40 എന്നും തന്നിട്ടുണ്ട്. 30 എന്നതിന് ത്രിംശത് എന്നാണ് പറയുക. 40 എന്നതിന് ചത്വാരിംശത്. അടുത്ത പ്രവർത്തനമാണ് ഉദാഹരണമനുസരിച്ച് വാക്യങ്ങൾ എഴുതുക. നമുക്ക് ഇതിൽ നൽകിയിട്ടുള്ള വാക്കുകളൊന്ന് വായിച്ചു നോക്കാം. നടുവിലായിട്ടുള്ളതാണ് ആനന്ദഃ. ഏറ്റവും മുകളിൽ ക്രീഡന്തി, അതിനപ്പുറത്തായിട്ട് ജീവന്തി, വദന്തി, പഠന്തി എന്നീ വാക്കുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഉദാഹരണം നോക്കാം. ഉദാഹരണമാണ് ഛാത്രാഃ ആനന്ദേന ക്രീഡന്തി. കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു.
അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ, ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഇതുപോലൊരു സെൻറ്റൻസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ തന്നിട്ടുള്ള മറ്റ് വാക്കുകൾ ഉപയോഗിച്ച് ഇതുപോലെ സെൻറ്റൻസുകൾ നിർമ്മിക്കുക, എഴുതുക. ഇതുപോലെ എഴുതേണ്ട ബാക്കി ആൻസറുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഛാത്രാഹ ആനന്ദേന പഠന്തി, കുട്ടികൾ സന്തോഷത്തോടെ വായിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. ഛാത്രാഹ ആനന്ദേന ജീവന്തി, കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഛാത്രാഹ ആനന്ദേന വദന്തി, കുട്ടികൾ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അടുത്ത പ്രവർത്തനമാണ് പറയുന്നത്. പ്രവർത്തനം ബി ആണ്. ഇത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഖണ്ഡികാം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖതു, ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഖണ്ഡിക വായിക്കാൻ പോകുകയാണ്. അഹം ഹരിണഹ, ഞാനാണ് മാൻ. ഹരിണഹ എന്നാൽ മാൻ എന്നാണ് അർത്ഥം. മമ നാമ ചിത്രരൂപഃ, എൻ്റെ പേര് ചിത്രരൂപഃ എന്നാണ്. അഹം വനെ വസാമി, ഞാൻ വനത്തിൽ താമസിക്കുന്നു. മമ മിത്രം ശശകഃ ഭവതി, എൻ്റെ സുഹൃത്ത് മുയൽ ആണ്. തസ്യ നാമ ശംഭുഃ, അവൻ്റെ പേരാണ് ശംഭു. വനെ പക്ഷിമൃഗാദയഃ സന്തോഷേണ ജീവന്തി, വനത്തിൽ പക്ഷിമൃഗാദികളെല്ലാം സന്തോഷത്തോടെ താമസിക്കുന്നു. തത്ര ഏകാ സുന്ദരി നദി അസ്തി, അവിടെ ഒരു സുന്ദരിയായിട്ടുള്ള നദി ഉണ്ട്. സാ നദി പർവ്വതാത് പ്രവഹതി, ആ നദി പർവ്വതത്തിൽ നിന്നുമാണ് ഒഴുകി വരുന്നത്. ഇനി ഈ ഖണ്ഡികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അവയുടെ ഉത്തരങ്ങൾ ഈ ഖണ്ഡികയിൽ നിന്നും കണ്ടെത്തണം. ചോദ്യമാണ് ഹരിണസ്യ നാമ കിം, മാനിൻ്റെ പേര് എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം ഹരിണഃ കുത്ര വസതി, മാൻ എവിടെയാണ് താമസിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യമാണ് നദി കുതഃ പ്രവഹതി, നദി എവിടെ നിന്നുമാണ് ഒഴുകി വരുന്നത്? ഉത്തരാണ് സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചിത്രരൂപഃ. ഹരിണഃ എന്നാൽ മാൻ, മാനിൻ്റെ പേരെന്തായിരുന്നു? ചിത്രരൂപഃ. രണ്ടാമത്തേത് മാൻ എവിടെയാണ് താമസിക്കുന്നത്? വനത്തിൽ, വനെ എന്നാണ് ഉത്തരം. മൂന്നാമത്തേത് നദി എവിടെ നിന്നുമാണ് ഒഴുകി വരുന്നത്? പർവ്വതാത്, പർവ്വതത്തിൽ നിന്നും. ഇത്രയുമാണ് ആ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം എടുത്തെഴുതുക. ബ്രാക്കറ്റിലെ പദങ്ങളാണ് കുംഭഃ, ധനം, കാനനം, സുഹൃത്, ഇന്ദുഃ, മേഘഃ, മീനഃ. അതായത് ഇവിടെ തന്നിട്ടുള്ള വാക്കുകളുടെ അതേ അർത്ഥം വരുന്ന പദങ്ങളാണ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിയായ പദങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതി കൊടുക്കുക. ആൻസേഴ്സാണ് ഇനി വായിക്കുന്നത്. വിത്തം എന്നതിൻ്റെ നേർക്ക് എഴുതേണ്ടത് ധനം. ചന്ദ്രഃ ഇന്ദു, ഘടഃ കുംഭഃ, മിത്രം സുഹൃത്, വനം കാനനം. ഇവയാണ് ഉത്തരങ്ങളായി വരുന്നത്. അടുത്തതാണ് പേടികാതഃ ഉചിതം പദം സ്വീകൃത്യ റിക്തസ്ഥാനാനി പൂരയതു. അതായത് ഇവിടെ ഒരു ചെറിയ ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ബോക്സിൽ ഉള്ള വാക്കുകൾ ഡാഷ് ഇട്ട സ്ഥലങ്ങളിൽ ഉചിതമായ സ്ഥലങ്ങളിൽ യോജിപ്പിക്കുക. അന്നദാനം ഡാഷ് ദാനം ഭവതി എന്നതാണ് ഒന്നാമത്തേത്. 2 ഡാഷ് ആജീവനം സംതൃപ്തിഃ ദദാതി. 3 വിദ്യ ഡാഷ് ആർജയതി. 4 വിദ്യാദാനം ഡാഷ് ഭവതി. 5 ക്രമശഃ പൂര്യതേ ഡാഷ്. ഇവയുടെ ഉത്തരങ്ങളായിട്ട് ബോക്സിൽ തന്നിട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. വിദ്യ, ക്രമശഃ, ശ്രേഷ്ഠം, ഘടഃ, മഹത്തരം. ഈ വാക്കുകളാണ് ഈ ഡാഷ് ഇട്ട സ്ഥലങ്ങളിൽ കൃത്യമായി നമ്മൾ ഏതൊക്കെയാണ് എവിടെ വരിക എന്നുള്ളത് കണ്ടെത്തി എഴുതി കൊടുക്കേണ്ടത്. എല്ലാ കൂട്ടുകാരും ഈസി സംസ്കൃത് ലേണിംഗ് എന്ന ഈ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും തന്നെ മറക്കരുത്. വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി നമുക്ക് ഇവയുടെ ആൻസേഴ്സ് നോക്കാം. അന്നദാനം ശ്രേഷ്ഠം ദാനം ഭവതി. ശ്രേഷ്ഠം എന്ന വാക്കാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ടിയിരുന്നത്. വിദ്യ ആജീവനം സംതൃപ്തിം ദദാതി. വിദ്യ ജീവിതകാലം മുഴുവനും സംതൃപ്തി നൽകുന്നു. വിദ്യ എന്നതാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് വന്ന വാക്ക്. 3. വിദ്യ ക്രമശഃ ആർജയതി. വിദ്യ ക്രമശമായി, അതായത് പതുക്കെ പതുക്കെ നമ്മൾ ആർജിക്കുന്നു. 4. വിദ്യാധനം മഹത്തരം ഭവതി. വിദ്യാധനം എന്ന് പറയുന്നത് മഹത്തരമാണ്. 5. ക്രമശഃ പൂര്യതേ ഘടഃ. ഏറ്റവും അവസാനത്തെ പ്രവർത്തനമായിട്ട് ഒരു ചിത്രം നൽകിയിട്ടുണ്ടാവും. ആ ചിത്രത്തിന് നമ്മൾ ഉചിതമായ നിറം നൽകുക എന്നൊരു പ്രവർത്തനം എക്സാമിന് തീർച്ചയായിട്ടും എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു പ്രവർത്തനം തീർച്ചയായും എക്സാമിന് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കണേ. കൂടാതെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ഇടണേ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.